സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ആയിട്ട് നെടുമങ്ങാട് SDPIയുടെ പ്രവർത്തകരും CPM DYFI പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ശരി, രണ്ടു കൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കി മത ധ്രുവീകരണം നടത്താൻ വേണ്ടി ഈ സംഘപരിവാർ ശക്തികളും കാസ പോലുള്ള തീവ്രവാദ ഭീകര സംഘടനകൾ ശ്രമിക്കുകയാണ്. അപ്പോൾ മുസ്ലിമിനെ ആയിരുന്നാലും ഇസ്ലാമിനെ ആയിരുന്നാലും കരുവാരത്തേക്കാൻ വേറെ കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആണ്, അതായത് നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ആൾക്കാർ ചിലരുടെ പക്ഷം പിടിക്കുന്നുമുണ്ട്. എന്തായാലും ശരി, നമുക്കിവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ജനങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഇവിടെ സംഘർഷമുണ്ടാക്കി നമ്മുടെ കേരളത്തിൻ്റെ സംയമനത്തെയും മതസൗഹാർദ്ദത്തെയും ഇല്ലാതാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്വേഷവും വെറുപ്പും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി അതുകൊണ്ട് ആർക്കാണ് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ മുസ്ലിങ്ങളാണ് കൂടുതലും SDPIയിലെ പ്രവർത്തകരുന്നത്. CPMലായിരുന്നാലും DYFIയിലായിരുന്നാലും മുസ്ലിംസും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വേണ്ടതെന്ന് പറയുന്നത്, നാട്ടിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ അതിനെ സംയമനത്തോടു കൂടി നേരിടുക. ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ സമാധാന ശ്രമം നടത്തി ആ സംഘർഷം ലഘൂകരിക്കുകയോ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ ആംബുലൻസ് രാത്രി 12 മണിക്ക് ശേഷം വന്ന് അടിച്ച് തകർക്കുക. ഈ ആംബുലൻസ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾക്ക്, അതായത് പാവപ്പെട്ടവന് വേണ്ടി ഉപകരിക്കുന്നതാണ് ഈ ആംബുലൻസ്. ഫ്രീ ആയിട്ടാണ് അവർ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ, അതായത് നെടുമങ്ങാട് തൊല്ലുള്ള പാവപ്പെട്ടവന് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ലാതെ പാവപ്പെട്ടവനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വീട്ടിൽ കൊണ്ടുപോകാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ആംബുലൻസിനെ രാത്രി 12 മണിക്ക് ശേഷം മുഖം മൂടി ധരിച്ച് വന്നിട്ട് പിന്നെ അതിനെ അടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു തെമ്മാടിത്തരമാണ്. അതും ഭരിക്കുന്ന കക്ഷി. കേരള സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ. ആ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട്